ഇതേപോലെ വൈകുന്നേരങ്ങൾ ഉത്ര, വിസ്മയ, മൊഫിയ, ഇങ്ങനെ പേരുകൾ. ഇന്ന് അതുല്യ. പൊന്നുപോലെയുള്ള പെൺകുഞ്ഞുങ്ങളാണ്. പേരറിയാത്ത പലർ ഇന്ന് ഈ നിമിഷവും ഇതുതന്നെ തുടരുന്നുണ്ടാകും. പാമ്പു കടിച്ചും അടുപ്പിൽ നിന്ന് തീ പിടിച്ചും ഉയരത്തിൽ കുരുക്കിട്ടും പലർ അവസാനിക്കാത്തതെന്താണ്? അടിച്ചും ഇടിച്ചും ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചും വാക്കുകൊണ്ട് മുറിച്ചും പരിഹസിച്ചും പീഡിപ്പിച്ചും ജീവിതം നരകമാക്കുന്ന നരാധമന്മാർക്ക് ഇരയായി നൽകാൻ ഇനിയും പെൺകുഞ്ഞുങ്ങളുണ്ടോ നമുക്ക്? എനിക്കില്ല, ആർക്കും ഉണ്ടാകരുത്. ജോലി ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അഭിമാന ബോധത്തോടെ വളർത്തണം. മാറി നിൽക്ക് എന്നൊരാളെ കൊണ്ട് പറയിക്കില്ല എന്ന് ഉറപ്പോടെ വളർത്തണം. വളർത്താനും നോക്കാനും സംരക്ഷിക്കാനും നിനക്ക് നീ മതി എന്ന ആത്മാഭിമാനം കൊടുക്കണം. ദേഹം നോവുന്ന നിമിഷം ഏത് മൂഢ സ്വർഗത്തിൽ നിന്നാണെങ്കിലും എന്റെ മോളെ ഇറങ്ങി വാ എന്ന് കൈനീട്ടി വിളിക്കണം. സ്നേഹത്തിന് വേണ്ടിയാണ് കൂട്ടുവേണ്ടത്, മരണത്തിന് വേണ്ടിയല്ല. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുഞ്ഞ് ഇങ്ങനെ നരകിക്കുന്നുണ്ടെങ്കിൽ അവൾ മരണം ആണ് അവസാനത്തെ ആശ്രയമെന്ന തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷമാകരുത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന ആഗ്രഹം കൊണ്ടാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ രാജശേഖരൻ അതുല്യയുടെ അച്ഛനാണ്. ത്രിവിക്രമൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വിസ്മയുടെ അച്ഛനാണ്. ഡോക്ടർ മോഹൻ റോയ്, സൈക്കാട്രിസ്റ്റ്. 2 യുവജന സംഘടനകളുടെ വനിതാ നേതാക്കൾ കൂടി നമ്മളോടൊപ്പമുണ്ട്. വീണ നായർ യൂത്ത് കോൺഗ്രസിൽ നിന്ന്, ശ്രീമതി PM ആതിര DYFIയിൽ നിന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, ശരിയാണ്, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വിവാഹത്തെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഒരു 10-18 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് വിവാഹമായില്ലേ എന്നുള്ള ചോദ്യവുമായിരിക്കും. പക്ഷേ ആ വിവാഹം എന്നതാണ് അവസാനത്തെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന ഒരു മൂഢ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരാൻ എല്ലാ വശത്തു നിന്നും ശ്രമങ്ങളും ഉണ്ടാകും. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയുമായിരിക്കും. ആ സന്തോഷത്തിൽ നമ്മൾ ഭാഗവാക്കാവുകയും വേണം. പക്ഷേ ഏറ്റവും പരമമായി വേണ്ടത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്ന നിലയ്ക്കാവരുത്, നമുക്ക് വേണ്ടി എന്ന തിരഞ്ഞെടുപ്പായിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട സാഹചര്യമുണ്ട് എന്ന തിരിച്ചറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നതു തന്നെയാണ്. ശ്രീ രാജശേഖരൻ, പല ഘട്ടങ്ങളിൽ പല വാർത്തകളുടെ മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കേണ്ടി വരാറുണ്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക്. അത് ഒരു വലിയ വേദനയുമാണ്, ഒരു വലിയ ആശങ്കയുമാണ്. ഏത് വാക്കുകളാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഏതെങ്കിലും തരത്തിൽ അങ്ങേ വീണ്ടും ആ കാര്യം സംസാരിക്കാൻ അത് ഉണ്ടാക്കുന്ന വേദനയെക്കുറിച്ച് കൂടി ആലോചിച്ച് അങ്ങോട്ട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ വിവരങ്ങളിൽ പലതും ബന്ധുക്കൾ പറഞ്ഞ്, സുഹൃത്തുക്കൾ പറഞ്ഞൊക്കെ ആണ് കേരളം കേൾക്കുന്നത്. വലിയ നഷ്ടം അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിൻ്റെയും നമ്മുടേത് എല്ലാവരുടേതുമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴെന്താണ് പറയാനുള്ളത്? ഇപ്പോഴും പറയാനുള്ളത്, എൻ്റെ മകളെ നഷ്ടപ്പെട്ട്, എൻ്റെ കൊച്ചുമകൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ട്, അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഒരിക്കലും ഇനി. അവരൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിന് ഉത്തരവാദിയായ എൻ്റെ മകളുടെ ഭർത്താവിന് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കണം. അതിനുവേണ്ടി എന്ത് നമ്മൾ ചെയ്യേണ്ട, അതെല്ലാം നമ്മൾ ഏതറ്റം വരെ പോയി ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ ഇനിയുള്ളത്, ഇപ്പോൾ ഉള്ളത്. ആത്മഹത്യ തന്നെ എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എൻ്റെ മകൾക്ക് അവളുടെ കുട്ടിയോട്, അവളുടെ കുഞ്ഞിനോട് അതിയായ സ്നേഹവും, ഏറ്റവും കൂടുതൽ ഒരമ്മയുടെ സ്നേഹം അവളുടെ വാക്കുകളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരമ്മ എന്താണെന്ന്, അമ്മയും മകളും എന്താണ്, എൻ്റെ മക്കളെക്കാട്ടി കൂടുതലും എൻ്റെ മകളും എൻ്റെ കൊച്ചുമോളും കൂടെ സംസാരം വീഡിയോ കോളിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരിക്കലും അവൾ, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം എന്നെ കുഞ്ഞിനോട് അത്ര ഒരു സ്നേഹമാണ്, ഒരു വാത്സല്യമാണ് അവൾക്ക്. ഭയങ്കര ഒരമ്മയുടെ സ്നേഹമാണ് അവൾക്ക് എപ്പോഴും.
വിളിക്കുന്ന മുത്തേ, എൻ്റെ ചക്കരെ, അമ്മയുടെ ചക്കരെ, അമ്മയുടെ മുത്തേ എന്നാണ് എപ്പോഴും വിളിക്കുന്നവള്. അങ്ങനെയുള്ളവൾ ആ കുഞ്ഞിനെ മറന്ന് ആത്മഹത്യ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും അവൾ അത് ചെയ്യത്തില്ല. ഇന്നിപ്പോ അതുല്യയുടെ ഭർത്താവിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടുവോ? കാണാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നോ എന്നുപോലും എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും അതിന്റെ പ്രതികരണം ഞാൻ ഒന്ന് കണ്ടിരുന്നു. പ്രതികരണം ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ ഈ അതുല്യയുടെ വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലുള്ള പല വീഡിയോകൾ ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ വേദനിച്ച് കരയുകയും വേദനിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന സമയത്ത് സന്തോഷിക്കുന്ന, യാതൊരു തരത്തിലും മനുഷ്യൻ്റെതായ എന്തെങ്കിലും അനുതാപമോ അനുഭാവമോ കാണിക്കുന്ന ഒരു മനുഷ്യനെയല്ല. ആ ആളാണ് ഇന്ന് മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്നത്, കുഞ്ഞ് എന്ന് അതുല്യ അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ മുന്നിലും? അവൻ പറയുന്ന ഓരോ വാക്കിലും അവൻ്റെ ഇന്ന് ആ വീഡിയോയിൽ അവൻ പറഞ്ഞ ഓരോ വാക്കിലും അവൻ്റെ വാചനങ്ങളിലും അതിൻ്റെ അർത്ഥം അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അവൻ പറയുന്നതിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ അർത്ഥമുണ്ട്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും അവൻ പറയുന്നത് എന്താണെന്ന്. അതിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ പറയുന്നതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇത്രയും വർഷമായല്ലോ ശ്രീ രാജശേഖരൻ പിള്ള, ഇയാളുടെ ഒറിജിനൽ സ്വഭാവം എന്താണ്, ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്കും കുടുംബത്തിനും അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു, തീർച്ചയായിട്ടും. ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് അറിയാമായിരുന്നോ? ക്രൂരമായ ഉപദ്രവം തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും എൻ്റെ കുഞ്ഞിന് ഒരു നിമിഷം പോലും അവൾക്കൊരു സ്വസ്ഥതയോ ഒരു സുഖമോ ഒരു സന്തോഷമോ അവൻ കൊടുത്തിട്ടില്ല. എന്നിട്ടും അവൾ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചത് അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു, അത് എന്നെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ഉചിതമാണോ എന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അവനങ്ങനെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല. ഹിന്ദു മതാചാര പ്രകാരം അഗ്നിസാക്ഷിയായിട്ട് കതിർ മണ്ഡപത്തിൽ എല്ലാവിധ ആഡംബരങ്ങളും കൂടി വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ഞാൻ. അവൻ്റെ അഭ്യർത്ഥനയും അവൻ്റെ ഭീഷണിയും മൂലം മാത്രം. അവനോടുള്ള വിവാഹം ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യം മുതൽ തന്നെ. അപ്പോൾ അവൻ്റെ മാതാവ് വന്ന് എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞ്, ഞാനല്ല എൻ്റെ വീട്ടിലെ കിണറ്റിച്ചാടിച്ചാവുമെന്ന്, ഈ പെണ്ണിനെ അവന് കല്യാണം കഴിച്ച് കൊടുത്തില്ലെങ്കിൽ. അത്രയ്ക്കൊരു രീതിയിലാണ് അന്ന് ഭീഷണിപ്പെടുത്തിയതിനാണ് കല്യാണം നടത്തിയത്. എൻ്റെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അന്ന് ഈ സമയത്ത് ഈ പ്രപ്പോസൽ നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല. അപ്പം അവർ പറഞ്ഞുള്ള അറിവും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടാന്ന് തന്നെ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ അമ്മ വന്ന് സതീഷിൻ്റെ അമ്മ വന്ന് നിർബന്ധിച്ച് മകളെ വേണമെന്ന് പറഞ്ഞ്, എന്നിട്ട് തന്നെ ആയാലും ഇതിൻ്റെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ജ്യോത്സ്യന്മാർ വരെ പറഞ്ഞിരുന്ന ആൾ അത്ര പൊരുത്തമില്ലെന്നൊക്കെയായിരുന്നു. എന്നിട്ട് പോലും ഇതിനെയൊക്കെ എതിർത്തിട്ടും അവർ വന്ന് അങ്ങനെ നിർബന്ധ ബുദ്ധിയ കല്യാണം കഴിപ്പിച്ചതാണ് അന്ന്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശ്രീ രാജശേഖരൻ പിള്ള, വീട്ടുകാർ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അന്നൊക്കെ സതീഷിന്റെ വീട്ടുകാരുടെ നിലപാട് എന്തായിരുന്നു? സതീഷിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സതീഷിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. സതീഷിന്റെ അമ്മയും സതീഷും തമ്മിൽ പോലും യാതൊരു ബന്ധവുമില്ല. സ്വന്തം മാതാവാണ് സതീഷിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ. ആ അമ്മയും മകനും തമ്മിൽ പോലും ഒരു ബന്ധമില്ല. അതിനപ്പുറം ഞാൻ എന്താ പറയേണ്ടത്? പിന്നെ ആരുമായിട്ട് ബന്ധമാണ്? ഈ ലോകത്ത് ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മകനുമോ അല്ലെങ്കിൽ അമ്മയും മകളുമാണ്. അതാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. അങ്ങനൊരു ബന്ധം പോലും ഇല്ലാത്ത അവനെ പറ്റി എന്താ ഞാൻ ഇനി പറയുന്നത്? അതിന് കൂടുതൽ എന്താ പറയേണ്ടത്? ഇടയ്ക്ക് ഈ വിവാഹബന്ധം അവസാനിപ്പിക്കാമെന്ന തരത്തിൽ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ, അന്ന് പിന്നെ എന്താണ് സംഭവിച്ചത്? അതെ, അത് അന്നിങ്ങനെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളാണ്. അന്ന് എൻ്റെ മകള് 7 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു. അന്ന് ആദ്യം മുതലേ പിന്നെ ഈ സ്ത്രീധനം സംബന്ധിച്ച തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവന് കൊടുത്തിരുന്നു.
അപ്പോൾ അന്ന് ഇവന് സിവിൽ എഞ്ചിനീയർ ആണല്ലോ, അന്ന് ഇച്ചിരി ഭേദപ്പെട്ട ഒരു ജോലി, ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലിയാണല്ലോ. അപ്പോൾ അവന് അന്നത്തെ പരാതി എന്ന് പറഞ്ഞാൽ അവൻ ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല, മകളോട് പറഞ്ഞ് അവളെ പീഡിപ്പിക്കുമായിരുന്നു. അവൾ നമ്മളോട് പറഞ്ഞതാണ്. അവന് ഡൗറി പോരായിരുന്നു, അവൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അവന് ഇച്ചിരി സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ളവനല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഡൗറി അവന് കിട്ടിയില്ലെന്നുള്ളൊരു പരാതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ശരി, ഞാൻ ചോദിച്ചത് ഈ വിവാഹം ബന്ധം അവസാനിപ്പിക്കാം എന്ന് ചില ചർച്ചകളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെയാണ് തുടരാം എന്ന തീരുമാനമെടുത്തത് എന്നാണ്. തുടരാമെന്ന് തീരുമാനം എടുത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കേസായതാണ്, അന്ന് സ്ത്രീധന പീഡന കേസൊക്കെ ആയതാണ്. അന്ന് ഇത് ഉണ്ട്, കേസ് കോർട്ടിലൊക്കെ എത്തിയപ്പം കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അവരെ ഈ പിന്നെ വളരെ ചെറുപ്പമല്ലേ, അപ്പം പിന്നെ കുറച്ച് പക്വതയാകുമ്പോൾ ഇതൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾക്ക്. എന്നെങ്കിലും ഈ പിന്നെ അപക്വമായ മനസ്സിൽ നിന്നുണ്ടാവുന്നത് പിന്നെ പക്വതയാകുമ്പോൾ മാറുമല്ലോ. ചെറുപ്പക്കാർ യങ്സ്റ്റേജ് അല്ലേ അപ്പോൾ ഉള്ളത്, അപ്പം കുറച്ച് മാറ്റങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിച്ച്. അങ്ങനെയാണ് നമ്മൾ ഇത് വീണ്ടും പിന്നെ കോടതിയൊക്കെ ഇടപെട്ട് ചർച്ച ചെയ്ത് കൗൺസിലിങ്ങിലൂടെ വീണ്ടും രമ്യതയിൽ പോകാമെന്ന് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്കും പിന്നെ അതിലൂടെ അമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും നമ്മളത് എൻ്റെ മകൾക്കും താല്പര്യമില്ലായിരുന്നു ഒട്ടും. എന്നിട്ടും അവളെ പ്രലോഭിപ്പിച്ച് അവളെ ബ്രെയിൻ വാഷ് ചെയ്തതിന് ശേഷമാണ് അവളെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നത്, എല്ലാം രമ്യതയിലായിട്ട്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ രാജശേഖരൻ പിള്ള, വിസ്മയുടെ അച്ഛൻ എന്നെ കേൾക്കാമോ? എനിക്ക് ഇതേ ദിവസം പോലെ ഓർമ്മയുള്ള ഒന്നാണ്, അന്നങ്ങ് ഇതേ വിഷമത്തോടെ ഇതേ അവസ്ഥയിൽ നമ്മൾ തമ്മിലും സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് പല കേസുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സമയത്തും അങ്ങ് ആ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. അത് വിസ്മയെ പോലെ ഇനി ഒരു കുട്ടിക്ക് അതിനെ അതിജീവിക്കേണ്ടി വരരുത് എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ശ്രീ ത്രിവിക്രമൻ ഇത് ആവർത്തിക്കുന്നത്? നമസ്കാരം. ആവർത്തിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ നിയമം നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കെതിരായിട്ടുള്ള, കാരണം പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് എതിരായിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഈ കേരളത്തിൽ നിന്ന് കിട്ടിയ കണക്കൊരു സപ്പോർട്ട് എങ്ങും കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് കേന്ദ്ര സർക്കാരല്ല, കേന്ദ്രത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് വിപരീതമായിട്ടാണ് അത് ഉണ്ടായത്. നമ്മൾ ഇതറിയാവുന്നതാണ്. അപ്പം അവനെ ഇപ്പം ജാമ്യത്തിലാണ്, കേസ് മരവിപ്പിച്ചിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇപ്പം 2 എണ്ണം നമ്മളെ ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു പേടി നമുക്കില്ല. ആ ഒരു പേടി എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ എന്ത് വന്നാലും നമുക്കത് കുഴപ്പമില്ല. ഒരു 2-3 വിചാരണ വെച്ചു, അവരൊക്കെ അതിന് അവർക്ക് പുഷ്പം പോലെ ഇറങ്ങി വരാമല്ലോ. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഇപ്പോൾ കിരണിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ തരത്തിലുള്ള സൈക്കോ സ്വഭാവമുള്ള മനുഷ്യന്മാർക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിലല്ല പുറത്തെവിടെയെങ്കിലുമൊക്കെ ആണ് എങ്കിൽ, ഭാര്യയുടെ ശരീരത്തിലൊരു പോറൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നിയമം ഇടപെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ആ രീതിയിലല്ല നമ്മുടെ സംവിധാനങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഒരു വിഷയം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇതുമണമുള്ള മനുഷ്യൻ ഇനിയും നമ്മൾ ഈ പെൺകുട്ടികളെ ഇത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്ന് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ഇന്ന് രാജശേഖരൻ പിള്ളേരെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്കാണ് ആ കുട്ടിയുടെ സംഭാഷണവും എൻ്റെ ഒരു സംഭാഷണമായിട്ട് ഞാൻ നോക്കിയപ്പോൾ 2 ഒന്നേ പോലെയാണ്. കാരണം ഞാൻ എൻ്റെ ഈ സംഭാഷണം ഞാൻ കേൾക്കുന്നത് കോടതിയിലാണ്. കൊല്ലം കോടതിയിൽ വെച്ചാണ് അവർ ജഡ്ജിയുടെ മുമ്പിരുന്ന് എൻ്റെ വോയിസ് ഇടുന്ന സമയത്താണ് ഞാനത് കേൾക്കുന്നത്. അതേ ഒരു ഇതാണ് ഞാൻ ഇന്ന് കേട്ടത്.
കേട്ടത് എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കത് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അതുല്യ എന്ന് എൻ്റെ മോളെ വീട്ടിൽ ഞാൻ അവിടെ പോയി ആ അതുല്യയുടെ അച്ഛനെ കണ്ടു, രാജശേഖരൻ പിള്ളയെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തത്. ഒരു കാരണവശാലും നമ്മളെ നിയമം എന്ന് പറയുന്നത് ഇതൊന്ന് മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഈ ഡൗറി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നമ്മളെ വടക്കേ ഇന്ത്യയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അവർക്കൊന്നും ഒന്നും അറിയില്ല. ഇത് ഡൗറി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല. അവർക്ക് ഒരു 3-4 കൊലപാതകം ചെയ്തിട്ട് ചെന്നാൽ അവരത് നോക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കേസുമായിട്ട് നമ്മളവിടെ ചെന്നാൽ ഒരു കാരണവശാലും നമ്മളെ പരിഗണിക്കുകയില്ല. അതിന് നമ്മളിപ്പം നമ്മളെ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ വേറൊരാളിനെയോ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ നിയമം അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പം രാജശേഖരൻ പിള്ള ഇന്നിപ്പം വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ 2 ആഴ്ചത്തോളം ഒരുപാട് അദ്ദേഹത്തെ അങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞു പോകും. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുമില്ല, ഓർമ്മയില്ലാതെ അങ്ങ് പോകുന്നു. അത് പാടില്ല. അന്നും ഞാൻ പറഞ്ഞ നമ്മളെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പീരീഡ്, കാരണം നമ്മൾ 10ാം ക്ലാസ് 11, 12 ഈ ക്ലാസ്സുകളിൽ ഒരു പീരീഡ് നമ്മളെ ഈ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്. കാരണം അവൻ വന്ന് എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ശരീരത്തോടെ പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള, പോടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നും ഇന്നും ഇപ്പം 4 വർഷമായി എൻ്റെ മോള് നഷ്ടപ്പെട്ടിട്ട്. 4 വർഷം കഴിഞ്ഞപ്പോഴും ഞാനത് കണ്ട് ഞാനിപ്പോഴും വളരെ ദുഃഖത്തോടുകൂടി ഞാൻ രാജശേഖരൻ പിള്ളയായിട്ട് സംസാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് വിചാരിച്ച് നമ്മളെ ഗവൺമെൻറ്റിനെ ഒരു കാരണവശാലും ഇതിൽ കുറ്റം പറയുക അല്ലെങ്കിൽ വേറെ ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയുക ഒന്നുമല്ല. ഇത് നമ്മളെ ഈ നിയമം നമുക്കൊന്ന് മാറ്റി എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് ഇതൊന്ന് വേറെ ഒരു ലെവലിൽ. കാരണം ഈ കല്യാണത്തിന് ഇപ്പോൾ കല്യാണത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ മോള് നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നിപ്പം ഡൗറി സ്ത്രീധനം ചോദിക്കാറില്ല ആരും. അവരെല്ലാം നോക്കിക്കണ്ടേ കയറുള്ളൂ പയ്യന്മാർ. അവർ ആ വീട്ടിൽ എന്തെങ്കിലും വളരെ സാമ്പത്തികം ഉണ്ടോ എന്ന് നോക്കിയാണ് അവർ കാണുന്നത്. ആ വീട്ടിൽ ചെന്നപ്പോൾ സ്ത്രീധനം ചോദിക്കില്ല, നിർബന്ധമായിട്ട് ചോദിക്കില്ല. ഇതെല്ലാം നേരത്തെ നടന്നതിലുള്ള സംഭവമാണ്. അതേപോലെ നമുക്കിതിന് നല്ലതായിട്ടൊരു ശിക്ഷ കൊടുക്കാൻ. കാരണം ഇപ്പം തന്നെ എനിക്ക് അന്വേഷിച്ച എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും എൻ്റെ കേസ് അന്വേഷിച്ച പോലീസ് ഇൻസ്പെക്ടറും എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് വേണ്ടി വെച്ചു. അതേപോലെ എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടിക്കാരനായതിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. ഈ പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു ഭരണമല്ലായിരുന്നു എങ്കിൽ ഈ കേസൊക്കെ എന്ന് പറയുന്നത് വളരെ ഇന്നിപ്പം നമ്മൾ ആ ഷോക്കേറ്റ് മരിച്ച ആ കൊച്ചിൻ്റെ കാര്യം നമുക്കെടുക്കാം. അതൊക്കെ വളരെ വളരെ നല്ലൊരു ലെവലിലാണ് ആ കേസുകളെല്ലാം, ഒരുമാതിരിപ്പെട്ട കേസുകളെല്ലാം. പക്ഷേ നമ്മൾ എതിർ നിൽക്കുന്ന കക്ഷികൾ രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് പറയരുത് ഒരു കാരണവശാലും. നമ്മൾ ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ ഇപ്പം രാജശേഖരൻ പിള്ളയ്ക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമ്മളെല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ള നമ്മളെ മീഡിയ സുഹൃത്തുക്കളാണ്. അവർ എനിക്ക് വളരെ വളരെ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ ഈ രാജശേഖരൻ പിള്ളയ്ക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കണേ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. 2 അച്ഛന്മാരാണ്, വളരെ സാധാരണക്കാരായ 2 മനുഷ്യരാണ്. നമ്മളെല്ലാവരെയും പോലെ അല്ലേ, നമ്മൾ വീട്ടിൽ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ ഏത് പ്രൊഫൈലിൽ നിൽക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതൊന്നുമല്ല നമ്മുടെ കുടുംബത്തിലെ വളരെ വ്യക്തിപരമായ കാര്യം. നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ അന്നോളം പോറ്റി വളർത്തിയ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് ഉള്ളിടത്ത് നിന്നാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നവർ നമ്മളോട് പറയുകയും ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരാത്മഹത്യയും ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നൊക്കെ പറയുന്നത് കോടതി വഴി തെളിയിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്ന മനുഷ്യർക്ക് അത് വിസ്മയുടേതാണെങ്കിലും എനിക്ക് ആ പെൺകുഞ്ഞിൻ്റെ മുഖം ഓർമ്മയുണ്ട്, എത്രത്തോളം ഇടിവും ചതവും ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ അതുല്യയുടെ കാര്യമാണെങ്കിലും ഈ വീഡിയോ കാണുന്ന മനുഷ്യന്മാർക്ക് അറിയാം അല്ലേ, രക്ഷപ്പെട്ടു പോവുക അതിനുള്ള ഒരേ ഒരു വഴി എന്ന നിലയ്ക്ക് ആശ്രയിക്കാൻ പോകുന്ന ഒന്നല്ല മരണം എന്ന് നമ്മൾ തുടർച്ചയായി പറയുമ്പോഴും മറ്റ് നിവൃത്തിയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ? അല്ല, ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുകയാണ്. അതൊരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ മറ്റോ ഒന്നുമല്ല. നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരു വിവാഹം ആലോചന വന്നപ്പോൾ മകൻ്റെ വിവാഹം ആ പെൺകുട്ടിയുമായി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിണറ്റിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പെൺകുട്ടിയെ പറഞ്ഞുവിടുന്നത് നമുക്കെന്താ മനസ്സിലാകുന്നത്? നോക്കൂ, ഇനി അങ്ങയോടുള്ള പൂർണ്ണമായ ബഹുമാനവും
അങ്ങയുടെ വേദനയിൽ പൂർണ്ണമായി പങ്കെടുത്തും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമുക്കെന്താ സംഭവിക്കുന്നത്? പക്ഷേ നമ്മൾ ചില ആൾക്കാർ നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ അങ്ങ് ചിലപ്പോൾ വീണ് പോവും. അതിനുശേഷം നിരന്തരമായ ശാരീരിക ഉപദ്രവം. അതിൻ്റെ നമുക്കിപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തെളിവായി വരും. പണ്ടിതൊന്നും ചർച്ചയോ തെളിവുണ്ടോ എന്ന് ആദ്യം ചോദിക്കും. ഇപ്പം അങ്ങനെയല്ല. എന്തു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്നത് ആരെയാണ്, എന്തു തരം സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് മറ്റ് റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മാധ്യമത്തിൽ സംസാരിച്ചത് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന്, മദ്യപിക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടെന്ന്. മദ്യപിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുറഞ്ഞ പക്ഷം മദ്യപിക്കാതിരിക്കുക, അല്ലെങ്കിൽ മദ്യപാനാസക്തി ചികിത്സ എടുക്കുക. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എന്നല്ല കേട്ടോ, ഒരു വ്യക്തിയെപ്പോലും പറഞ്ഞു വിടരുത് എന്നുള്ളതാണ്. നോക്കൂ, ഈ ആളുടെ കൂടെ ജീവിക്കുന്ന, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയുമായും കുടുംബമായിട്ടും അദ്ദേഹത്തിന് ബന്ധമില്ലെന്നാണ്. അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? അവിടെ നമ്മളൊരു എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടതില്ലേ? ഇനി ഇത്തരത്തിലുള്ള കൊടിയ ശാരീരിക പീഡനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മാത്രമല്ല, മാനസികമായി പുറത്തു പറയാനാവാതെയുള്ള എത്രയോ പീഡനം സഹിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട്. അത്തരത്തിലൊരു കാര്യം വന്നാൽ തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക്, നമ്മൾ സാധാരണ പറയാനുണ്ട്, പെൺകുട്ടിയെ വാക്കിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നു എന്നാണ് പറയുന്നത്. ആൺകുട്ടിയുടെ കാര്യത്തിൽ എന്തോ അങ്ങനെ നമ്മൾ പറയാറില്ല. ആൺകുട്ടി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു, പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോൾ എത്ര മാതാപിതാക്കൾ പറയാനുണ്ട്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മുറി നിനക്കുണ്ടാകും, നീ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എന്ന്. പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ആങ്ങളമാർ, മറ്റുള്ളവർ കൂടെ ഉണ്ടാവണ്ടേ? ഇനി പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണം. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സൈൻസ്, ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയും. ശാരീരികമോ മാനസികമായോ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ വരേണ്ടതല്ലേ? പിന്നെ ഈ കേസിൽ സംഭവിച്ച, എനിക്ക് തോന്നുന്നു കോടതിയിലൊരു കേസിലേക്ക് പോയിട്ടുണ്ട്. കോടതിയുടെ എന്തിടപെടലാണ് ഉണ്ടായതെന്നും എനിക്ക് തോന്നുന്നതിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി എല്ലാത്തിനും അപ്പുറം നേരത്തെ വിസ്മയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്കൂളുകളിലും മറ്റും ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. റെഡ് ഫ്ലാഗ് സൈൻസ് അറിയേണ്ടതുണ്ട്. എങ്ങനെ ഒരു ഇത് വിവാഹബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതിനേക്കാൾ കൊടിയ പീഡനങ്ങൾ സാധാരണ ബന്ധങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമ്മളത് കളഞ്ഞിട്ട് പോവാതെ സഹിക്കുന്നവരുണ്ട്. അത് ആൾക്കാരുടെ വ്യക്തിത്വത്തെയും മറ്റുമൊക്കെ ആശ്രയിച്ചിരിക്കും. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതല്ലേ? ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ വിവാഹം കഴിക്കാൻ നമ്മൾ ആരെങ്കിലും, ഇപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്കൊരു പരീക്ഷ പാസ്സാവേണ്ടതുണ്ടല്ലോ. ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഇനിയുള്ള കാലത്തൊരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമാക്കാത്തത്? നമുക്ക് സാധിക്കില്ലേ അത്? ഇനി പല സ്ഥാപനങ്ങളും, അതെന്ത് സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞു, ആ ഒരു വിവാഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പല സംവിധാനങ്ങളും അവരുടെ സമുദായത്തിലുള്ളവർക്ക്, കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ, അവരുടെ സമുദായത്തിലുള്ളവർക്ക് ഇത് നടത്തുന്നുണ്ട്. ഇതിൻ്റെ പലതുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ സമുദായ അടിസ്ഥാനത്തിലുള്ള, മതാടിസ്ഥാനത്തിലുള്ള ഉദ്ബോധനങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ ഒരു വിവാഹത്തെ എങ്ങനെ കാണണമെന്നോ എന്താ പ്രശ്നങ്ങളെന്നോ പറയുന്നില്ല. മാത്രമല്ല പലപ്പോഴും പാപബോധം അതിലേക്ക് ചേർക്കുകയും, വിവാഹത്തിൽ ഒരു നിയമവശമില്ലേ, ശാരീരിക ബന്ധത്തിൻ്റെ ഒരു വശമില്ലേ, സാമൂഹികമായ ഒരു വശമില്ലേ, സാമ്പത്തികത്തിൻ്റെ ഒരു വശമില്ലേ? ഇത്തരം പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്കൊരു സ്വഭാവ പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ നമുക്കറിയാമെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും നാം അറിയേണ്ടതില്ലേ? അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയേണ്ടതില്ലേ? ഇപ്പോൾ നമ്മൾ 2-3 കേസുകളിൽ കണ്ടു കഴിഞ്ഞു. വിദേശത്തുള്ള പെൺകുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അവർക്കവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുൾപ്പെടെയുള്ള മാറിയ കാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പുറത്ത് രാജ്യങ്ങളിലേക്കാണ് വിവാഹം കഴിച്ചു പോകുന്നതെങ്കിൽ അതിലൊക്കെ ഇടപെടുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതില്ല. ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നതങ്ങ് പോകട്ടെ. അവിടെയൊക്കെ നമ്മളിങ്ങനെ പകച്ചു നിന്ന് കഴിഞ്ഞാൽ, മാറി നിന്ന് കഴിഞ്ഞാൽ, ഇനിയും എനിക്ക് തോന്നുന്നു വിസ്മയുടെ ചർച്ചയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇരുന്നതാണ്, ഇനിയും ഇത്തരം എത്ര ചർച്ചകൾ നടത്തേണ്ടി വരുമെന്നും എങ്ങനെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പി എം മധുര, ഇപ്പോൾ പഴയ കാലമല്ല എന്ന് ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു. ഞാൻ സത്യമായും എൻ്റെ താഴെ വരുന്ന തലമുറയിലെ പെൺകുട്ടികളെ ഏറെ അഭിമാനബോധത്തോടെയും സന്തോഷത്തോടെയും നോക്കിക്കാണുന്ന ഒരാളാണ്. നോ എന്നതിനെ കൂടുതൽ ആർജവത്തോടെ പറയാൻ കഴിയുന്ന കുട്ടികളാണ് വരുന്ന തലമുറ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അവർക്ക് തിരഞ്ഞെടുപ്പുകൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ, കുറച്ചുകൂടി ജനാധിപത്യപരമായി, കുറച്ചുകൂടി അവനവന് വേണ്ടി എന്ന നിലയ്ക്ക് നടത്താൻ കഴിയുന്നവരാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മരണങ്ങൾ കൂടി കാണുന്നത്.
എന്തുകൊണ്ടാണ് ഇറങ്ങി വരണം എന്ന് നമ്മൾ പറയുകയും ഇറങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന പലതരം വാർത്തകൾ ഓരോ ദിവസം കാണുകയും ചെയ്തിട്ടും അങ്ങനെ വരാൻ കഴിയാതിരിക്കുന്നത്? കേരളത്തിൽ നമ്മളിപ്പം ഒരു രീതിയിലും വിമർശനത്തിന് വിധേയമാക്കാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് കുടുംബം എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഇടപെടുന്ന സമയത്ത് പോലും ആത്മവിമർശനപരമായിട്ട് എൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്, ഇത്രയധികം സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന രീതിയിൽ, ഇങ്ങനെ അവളുടെ സ്നേഹം മൂലധനമായി മാറാതെ ഇത്തരം പണവും സ്വർണവും വാഹനവും ഇതൊക്കെ മൂലധനമായി മാറും വിധമാണോ ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നൊരു ആത്മവിമർശനം നമ്മൾ നടത്തുന്നതേയില്ല. പകരം കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു, എൻ്റെ പരമാവധി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനും രണ്ട് പേർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അവർക്കിടയിലുള്ള സ്നേഹബന്ധമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് അത്. അങ്ങനെയുള്ളവർ വേണം ഒരുമിച്ച് ജീവിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നടക്കേണ്ടുന്ന ഒന്നാണ് വിവാഹം എന്നുള്ളൊരു സങ്കല്പനത്തിലേക്ക് കേരളത്തിലെ മനുഷ്യർ മാറിയിട്ടില്ല. ഇപ്പോഴും ഒരു വിമർശനവും നമ്മൾ കുടുംബത്തിന് നേരെ ഉന്നയിക്കുന്നില്ല. ഈ എല്ലാ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പുതിയ പെൺകുട്ടികൾ ഉൾപ്പെടെ ഗാർഹിക അന്തരീക്ഷത്തിനകത്ത് അവരുടെ മുത്തശ്ശിമാരെങ്ങനെ ജീവിച്ചിരുന്നു, അവരുടെ അമ്മമാരെങ്ങനെ ജീവിച്ചിരുന്നു, അവിടുന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വരാൻ വേണ്ടി കഴിയുന്നില്ല. കേരളത്തിൻ്റെ അതിർത്തി വിട്ടിട്ട് വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ പോലും കേരളത്തിലെ ഗാർഹിക ഘടനയെ എങ്ങനെയാണ് അവിടെ അത് പുനരാവിഷ്കരിക്കേണ്ടത് എന്നുള്ള ആലോചനയാണ് നടത്തുന്നത്. അതിനും അപ്പുറത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി ആത്മാഭിമാന ബോധത്തോടു കൂടി ഇടപെടുന്നതിന് വേണ്ടി അവരെ പര്യാപ്തമാക്കുന്നതിൽ നമ്മൾ ഏറ്റിട്ടുള്ള പരാജയമാണത്. നമ്മുടെ ഗാർഹിക ഘടന അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടില്ല. അവർക്കിഷ്ടമല്ലാത്തതിനോട് എതിർ നിന്നുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല, ഞാനതിന് തയ്യാറല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ഗാർഹിക ഘടന. വിദ്യാഭ്യാസ അന്തരീക്ഷം, നമ്മൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒട്ടേറെ അഭിമാനിക്കുന്ന സമയത്തും ആ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാലിൽ നിൽക്കലാണ്, ആരെങ്കിലും ചാരി നിൽക്കലല്ല. ആരും ഇല്ലാതെയും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും ഈ ലോകത്ത് എന്ന് ഉള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് സമൂഹത്തിന് വിവാഹം കഴിഞ്ഞ ആളുകൾ ആജീവനാന്തം എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അയാളോടൊപ്പം ജീവിക്കലാണ് ഐഡിയൽ, മാതൃകാപരം എന്നുള്ളതാണ് നമ്മളിപ്പോഴും കരുതുന്നത്. ഡൈവോഴ്സിനോടുള്ള സ്റ്റിഗ്മ, വിവാഹമോചനം എന്നുള്ളത് എന്തോ ഒരു വലിയ ആപത്ത്, മരണം പോലെയൊക്കെയാണ് ആളുകൾ കാണുന്നത്. സ്വയം ചേർന്ന് പോകാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് അതിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നും പിരിഞ്ഞു പോന്നാലും നിങ്ങൾക്കൊരു ഇടമുണ്ട് എന്നും പറയാൻ കഴിയുന്നില്ല. വിവാഹം വന്നത് വേരോടെ പറിച്ചു കൊണ്ടുപോവാണ് പെൺകുട്ടിയെ. നേരത്തെ മാധു തന്നെ പറഞ്ഞല്ലോ, ഈ പറയുന്ന പോലെ കൊണ്ടുപോവുക. ഈ രണ്ടുപേരും കൂടി ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും യോജിക്കുന്ന ഒരു പുതിയ ഇടം കണ്ടെത്തുന്നതിന് പകരം പുരുഷൻ എവിടെയാണോ ജീവിക്കുന്നത് അതേ ഇടത്ത് അതേ പ്രിവിലേജിൽ അയാൾ നിൽക്കുകയാണ്. സ്ത്രീയാണ് എല്ലാ നിലയ്ക്കും പെൺകുട്ടികളോടാണ് മാറാൻ വേണ്ടി പറയുന്നത്. പണ്ട് ഗാർഹിക ഘടനയിൽ ആളുകൾ വളർന്ന പോലെയല്ലല്ലോ, ഇന്ന് കുറേ കൂടി കെയറിംഗ് ഒക്കെ കിട്ടി വളർന്നിട്ടുള്ള മക്കളാണ്. പണ്ട് കാട് വളരുന്ന പോലെ കുറേ ആളുകൾ, ഒരു വീട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങളോടൊക്കെ പൊരുത്തപ്പെടാനൊക്കെ അവർ ശീലിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ ആധുനിക കുടുംബത്തിലേക്ക് നമ്മൾ എത്തിയതോടുകൂടി വളരെ അവരാവശ്യപ്പെടുന്ന സാധനങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ വിവാഹം കഴിഞ്ഞാലാണ് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു വീട്, ഒരു റൂം പോലും, ഒരു മുറി പോലും, ഒരു കട്ടിൽ പോലും ലഭിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നതേ സ്വന്തം മുറിയിലേക്ക്, സ്വന്തം കട്ടിൽ, സ്വന്തമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാമുള്ള അന്തരീക്ഷത്തിൽ അവർ വളരുന്നുണ്ട്. ആ വളർന്ന കുട്ടിയോടാണ് പിന്നീട് വിവാഹം എന്നൊരു സംവിധാനത്തിലേക്ക് കയറുന്നതോടുകൂടി എല്ലാം സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുവരെ ഉണ്ടായ ആഗ്രഹങ്ങൾ, അതുവരെ ഉണ്ടായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ കൂടെ ജീവിക്കണമെന്ന് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ആത്മാഭിമാനത്തിൻ്റെ അംശമുള്ള ആളുകൾക്ക് പൊരുതി നിൽക്കാനുള്ളൊരു ശേഷി കൊടുക്കുന്നില്ല ഇന്നത്തെ അന്തരീക്ഷം എന്നുള്ളതാണ്. പകരം അവർ തകർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വിസ്മയുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനും മോഹൻ സാറും ഞാനും കൂടിയൊക്കെ ഇതേപോലെ ചർച്ച വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിരുന്ന് സംസാരിച്ചു. രാജശേഖരൻ സാറിനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വലിയ സങ്കടത്തിൽ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അവരനുഭവിച്ച പ്രയാസങ്ങൾ ഇന്ന് ഈ കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്നുണ്ട്. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട്.
ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഈ രീതിയിൽ തന്നെയാണ്. കേരളം ഇങ്ങനെ ഒരു ആത്മവിമർശനത്തിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇങ്ങനെയാണ് വിവാഹങ്ങൾ നടക്കേണ്ടത് ഇനിയുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയല്ല വിവാഹങ്ങൾ നടക്കേണ്ടത് എന്നുള്ള ആർഗ്യുമെന്റ് അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഒരുപാട് ഇതേപോലെ ഇരുന്ന് പല അച്ഛന്മാരെ കൂടെ പല അമ്മമാരെ കൂടെ നമ്മൾ ഇത്രയും കണ്ണീര് വീഴുന്ന ചർച്ച നടത്തേണ്ടി വരും. കേരളത്തിൻ്റെ ഗാർഹിക ഘടന സ്ത്രീകളുടെ കണ്ണീരും ചോരയും വീഴുന്ന ഇടങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമായിട്ട് പാട്രിയാർക്കിയുടെ ആശയഗതികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നേരിടുന്നതിന് വേണ്ടി ഈ പറഞ്ഞ നിയമങ്ങൾക്ക്, ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ നിയമങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും പറ്റുന്നുള്ളൂ. അതിനകത്ത് 1961 ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തിന് എത്ര ദുർബലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2005 ഉണ്ടാക്കിയിട്ടുള്ള PWDV ആക്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, ഗാർഹികാതിക്രമം അനുഭവിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിനകത്ത് ഒരു പൊതു മൂവ്മെന്റ് ഉണ്ടാകുകയാണ്. ഗാർഹികാതിക്രമ പ്രതിരോധ സമിതി എന്ന് പറഞ്ഞിട്ട് വിവിധ സ്ത്രീ സംഘടനകൾ ചേർന്നിട്ട് ഗാർഹികാതിക്രമം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ജോയിന്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയത്. ആ പോകേണ്ടി വന്നതുൾപ്പെടെ ഈ നിയമങ്ങൾ പോലും പ്രവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കുടുംബത്തിനകത്തേക്കില്ല. ഇപ്പോഴും നിയമം പുറത്തു നിൽക്കണം എന്നാണ് കരുതുന്നത്. ചൈന ക്ലേ ഷോപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളുള്ള ഷോപ്പിലേക്ക് ഒരു കാളക്കൂറ്റനെ കയറ്റി വിടുന്നത് പോലെയാണ് കുടുംബത്തിനകത്തേക്ക് നിയമത്തെ കൊണ്ടുവരലെന്ന് പറഞ്ഞ സുപ്രീം കോടതിയുള്ള നാടാണിത്. ആ നാട്ടിനകത്ത് ഇത്തരം നിയമങ്ങളെ, കുടുംബത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു നിയമത്തെയും സ്വാംശീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ്. ഇതിനോടൊക്കെ അടഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ മരണവും വരുന്ന സമയത്ത് മാത്രം ഉത്കണ്ഠപ്പെടപ്പെടുന്നു. അപ്പോഴും നമ്മൾ അങ്ങനെ അതിൽ പെട്ടു നിൽക്കുന്ന മനുഷ്യർ ഇപ്പോഴും ആലോചിക്കുന്നത് കുറച്ചുകൂടി സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നൊരു വിഷയമാണിത് എന്നുള്ളതാണ്. ഒരു സ്വർണത്തിനും കോടിക്കണക്കിന് ഉറുപ്പ്യക്കും ലക്ഷക്കണക്കിന് വരുന്ന പവനും ഇട്ട് മൂടിയാലും പരിഹരിക്കാൻ വേണ്ടി പറ്റാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ഇടത്തേക്ക് കേരളം എത്താത്തിടത്തോളം കാലം, നമ്മുടെ നാട് എത്താത്തിടത്തോളം കാലം ഇത്തരം ക്രൈമുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടുന്നു. എല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ലോകത്തിനകത്ത് മനുഷ്യത്വം, സ്നേഹം, പ്രണയം, മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഇൻറ്റിമസി, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഇതിനെക്കുറിച്ച് മാത്രം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നിടത്ത് മറിച്ചൊരു ജീവിതം സാധ്യമാകണമെങ്കിൽ അതിനോടൊക്കെ നോ പറയാൻ നമ്മൾ പഠിപ്പിക്കണം. ഇതല്ല എൻ്റെ ജീവിതം. ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്കുള്ള അടിസ്ഥാനപരമായ യോഗ്യത എൻ്റെ വിവാഹത്തിന് ഒരു തരി സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്നും ഒരു പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല ഞാൻ വിവാഹം കഴിച്ചതെന്നും ആ ജീവിതം എനിക്കിപ്പോഴും തുടരുന്നതിനകത്ത് അതൊരു ചർച്ചയ്ക്ക് ഇതുവരെ വിധേയമാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. സാധ്യമാണ്. ഈ കേരളത്തിനകത്ത് എത്ര മനുഷ്യരങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ കല്യാണങ്ങളൊന്നും ഇപ്പോൾ റീൽസിൽ വരുന്നില്ല. പകരം അംബാനിൻ്റെ മകൻ്റെ കല്യാണം കാണിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പല വിധത്തിലുള്ള കല്യാണങ്ങൾ, നമ്മളെ സിനിമാ നടന്മാരുടെ മക്കളുടെ കല്യാണം, സിനിമാ നടിമാരുടെ മക്കളുടെ കല്യാണം, സിനിമാ നടന്മാരുടെ കല്യാണം, ഇതൊക്കെ ഇങ്ങനെ ഇത്രയും പൊന്നിട്ട് തൂക്കി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാണിക്കുമ്പോൾ ഇതാണ് ഐഡിയൽ എന്ന് വിചാരിക്കുകയാണ്. ഇതല്ല ഐഡിയൽ എന്നും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഭോഷ്കാണെന്നും ഇതൊരു യഥാർത്ഥത്തിലൊരു ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ മുന്നിൽ ഇവർ ഇത് ആദർശവൽക്കരിക്കുമ്പോൾ സംഭവിക്കുന്നത്. മറിച്ചുള്ള ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് കാണിക്കാൻ കഴിയണം. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പറയാത്തിടത്തോളം കാലം ഇത് ആവർത്തിക്കും എന്നുള്ളതാണ്. അത് എത്ര കാലം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞല്ലോ, മോളെക്കുറിച്ച് ആലോചിച്ച്, കുട്ടിയെക്കുറിച്ച് ആലോചിച്ച്, ഏത് അമ്മയ്ക്കാ കുട്ടീനെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവാതിരിക്കുക? കേരളത്തിൽ ഷൈനി മരിക്കുന്നത് കുട്ടികളെ എടുത്തിട്ട്, ജിസ്മോൾ മരിക്കുന്നത് കുട്ടികളെ എടുത്തിട്ട്, താര മരിക്കുന്നത് കുട്ടികളെ എടുത്തിട്ട്, ഇപ്പം ഏറ്റവും ഒടുക്കം നിന്നിട്ടുള്ള ഈ 2 പേരുടെയും ഒക്കെ കാര്യം ആലോചിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉത്തരവാദിത്വം ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണോ സമൂഹത്തിൽ? കുട്ടികളുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണോ ഫാമിലി? പാർട്ട്ണറുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ, ഒരു പ്രശ്നമുണ്ടാക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അയാളോടൊപ്പം അല്ലാത്ത ജീവിതമാണ് കുട്ടിക്ക് കൂടി സേഫായിട്ടുള്ളത്. അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണ്ടേ? അച്ഛനും അമ്മയും ഒരുമിച്ചൊക്കെ തന്നെ വളർത്തേണ്ടെന്ന് ഒന്ന് തന്നെയാണ് കുട്ടി. പക്ഷെ അച്ഛൻ ആ രീതിയിലല്ലാത്തൊരു അച്ഛനാണെങ്കിൽ, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ ആ അച്ഛൻ ഇല്ലാതെ ജീവിക്കാനും നമുക്ക് പഠിക്കേണ്ടേ?
ഇനി അങ്ങനെയാണെങ്കിൽ പോലും പിരിഞ്ഞാൽ പോലും എങ്ങനെയാണ് പാരന്റിങ് കോ പാരന്റിങ് സാധ്യമാകുക ഒരു ഡിവോഴ്സ്ഡ് കപ്പിളിൻ്റെ ഇടയിൽ എന്നുള്ള എന്തൊക്കെ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനോടൊക്കെ നമ്മൾ ഇപ്പോഴും അടഞ്ഞു നിൽക്കുകയാണ്. ലോകത്തൊക്കെ എവിടെയൊക്കെ ആളുകൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, എങ്ങനെയൊക്കെ പിരിയുന്നു, അതിനുശേഷം ആ മക്കൾ എങ്ങനെയൊക്കെ രണ്ട് പാരൻസിൻ്റെയും നടുക്ക് ജീവിക്കുന്നു എന്നൊക്കെയുള്ള ഈ നാടിനപ്പുറത്തേക്ക് എത്ര ഉദാഹരണങ്ങളുണ്ട്. അതിലേക്കൊന്നും എത്താതെ കുട്ടിയുടെ പേര് പറഞ്ഞ് ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ പേര് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കുറിച്ച് ആലോചിച്ച് ഇനിയും കണ്ണീരും ചോരയും വീഴുന്ന ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറിയാൽ ഈ പരമ്പര പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേരളത്തിലെ ഓരോ കുടുംബവും കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആ വാക്കുകൾ എത്രമേൽ മതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവന് വേണ്ടിയുള്ള സമരമായി വലിയൊരു മൂവ്മെന്റായി മാറട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊന്നും. ഇടവേള തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ശ്രീമതി വീണ നായർ, ഇതിപ്പോൾ നമ്മൾ സാമൂഹ്യമായ സാഹചര്യങ്ങളെക്കുറിച്ച്, ഏറ്റവും വ്യക്തിപരമായ വേദനകളെക്കുറിച്ച്, അതിൻ്റെ മാനസികമായ കാരണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതൊക്കെ ശരിയാണ്. അത്രയധികം കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കുഞ്ഞിനെ വളർത്തുകയും വിവാഹം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ ആത്യന്തികമായി ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരികയാണ്. വേദന എല്ലാവർക്കും ഉള്ളതാണല്ലോ. തല്ലുകൊള്ളുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത് അവനവൻ തന്നെയാണല്ലോ. അതിൽ വളരെ കൃത്യമായി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സൈക്കോയുടെ കയ്യിലാണ് പോയി പെടുന്നത് എങ്കിൽ കൃത്യമാണ് ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതടക്കം. പക്ഷെ എന്നിരുന്നാലും മേലുവേദനിക്കുന്ന സമയത്തെങ്കിലും ഇതെനിക്കുള്ളതല്ല, ഈ ഇടം എൻ്റേതല്ല, ഇവിടെ തുടർന്നാൽ ഞാൻ തന്നെ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയണ്ടേ നമ്മൾ? തീർച്ചയായും അത് തിരിച്ചറിയാന്നുള്ളത് മാത്രമല്ല മധു, അതിന് എതിരെ പ്രതികരിക്കുക. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് മറ്റൊരാളുടെ കൈ നീളുമ്പോൾ അത് നമുക്ക് വേദനയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് എപ്പോൾ തിരിച്ചറിയണോ ആ നിമിഷം മുതൽ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം, ഇതല്ല ഞാൻ ഡിസർവ് ചെയ്യുന്ന ജീവിതം, ഇങ്ങനെ അനുഭവിക്കാനല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി കല്യാണം കഴിപ്പിച്ചത് എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മുടെ പെൺകുട്ടികൾക്ക് നിർഭാഗ്യവശാൽ എവിടെയോ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം മാധുവും ഞാനും 4 വർഷം മുമ്പാണ് ഈ പറഞ്ഞ പോലെ വിസ്മയയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിരിക്കുന്നത്. 4 വർഷത്തിന് ശേഷം ഇപ്പോഴും നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ഡെത്തുകളെ കുറിച്ച്, ഇപ്പോൾ കഴിഞ്ഞ അടുത്തടുത്തായിട്ട് എത്ര മരണങ്ങളാണ് കുഞ്ഞിനെയും കൊണ്ട് ചാടി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യും, വിദേശത്ത് താമസിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. വളരെ ദൗർഭാഗ്യകരമാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ ആർട്ട് ഓഫ് സേയിങ് നോ എന്ന് പറയുന്നത് നമ്മളെ നിർഭാഗ്യവശാൽ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തത്, നമുക്ക് ആശാസ്യമല്ലാത്തത്, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏത് കാര്യത്തെയും റിജക്റ്റ് ചെയ്യാനുള്ള അവകാശവും കൂടി കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ആ മെസ്സേജ് കിട്ടുന്നതോടൊപ്പം ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താങ്ങും തണലുമാകുന്ന സിസ്റ്റം ഒപ്പമുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കിട്ടുകയും വേണം. അല്ലാത്തടത്താണ് ഞാൻ വിചാരിക്കുന്ന പലപ്പോഴും വളരെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ആയിപ്പോകുന്നത്. എന്താണെന്നറിയോ, നമ്മളെല്ലാവരും പെൺമക്കൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എൻ്റെ കുഞ്ഞിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊന്നുമല്ല, കുഞ്ഞ് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിക്കണം. നമ്മുടെ സിസ്റ്റത്തിൽ ഏത് ടോക്സിക് റിലേഷൻഷിപ്പും ഫൈറ്റ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ സപ്രസ് ചെയ്തിട്ടാണെങ്കിലും സഫർ ചെയ്താണെങ്കിലും പോകാൻ ഏറ്റവും അധികം വിധിക്കപ്പെടുന്നത് പെൺകുട്ടികളാണ്. അവിടെയാണ് ഈ നമ്മുടെ സിസ്റ്റം, ടോട്ടൽ സിസ്റ്റം, അത് ഗവൺമെൻറ് എന്ന് പറയുന്ന മെഷീനറിയാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികളെ വളർത്തുന്ന സമയത്ത് തന്നെ മോളെ നീയാണ് ഇമ്പോർട്ടൻറ്റ്, നിൻ്റെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റണം. എഡ്യൂക്കേഷണൽ സിസ്റ്റം നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ആ ഒരു സന്ദേശം കൊടുത്തു തന്നെ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ ഈ ഡൗറി എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രൊഹിബിറ്റഡ് ബൈ ലോ ആണെങ്കിലും സ്ത്രീധനം ചോദിക്കാനും
അല്ലെങ്കിൽ കൊടുക്കാനും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താ, ചോദിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ പോയി സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഉദ്ദേശം മനസ്സിലാവും എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ അതിനുശേഷം ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ. ആവശ്യത്തിന് വിചാരിച്ചത്ര കിട്ടിയില്ലെങ്കിൽ, എക്സ്പെക്ട് ചെയ്തത് കിട്ടിയില്ലെങ്കിൽ, പല രൂപത്തിൽ ഭാവത്തിലൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വിഭജികയുടെ കാര്യവും അതുപോലെ അതുല്യയുടെ കാര്യവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മാധു, നമ്മുടെ ഈ കേരളത്തിൽ പട്ടിണിക്കിട്ട് ഒരു കുട്ടി, ഒരു ഭാര്യയെ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ പട്ടിണിക്കിട്ട് കൊന്ന 20 കിലോ തൂക്കത്തിലേക്ക് ചുരുങ്ങി ഒരു 10-30 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധു ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണെന്ന്. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ഈ പെൺകുട്ടികൾ സഫർ ചെയ്തുകൊണ്ട്, പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നത് സഫർ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും. ഇതൊന്നുമല്ല, ഈ അഡ്ജസ്റ്റ്മെൻറ്റും സഫറിങ്ങും ഒന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണ്. ഒരച്ഛനും അമ്മയും സന്തോഷമായി ജീവിതം നയിക്കുന്നത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമുള്ള കുടുംബജീവിതം കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അല്ലാതെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അച്ഛൻ അമ്മയെ അടിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഇതെല്ലാം നമുക്ക് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾക്ക് ആവർത്തിച്ച് പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇപ്പോൾ വീണ പറഞ്ഞൊരു കാര്യം, തുഷാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 48 കിലോ ഭാരമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മരിക്കുമ്പോൾ 21 കിലോ മാത്രം തൂക്കത്തിലേക്ക് കുറയുകയും ആമാശയത്തിൽ അരിയുടെ ഒരു തരി, ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ഒരു തരി അവശേഷിക്കാതെയാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ക്രൂവലായിട്ടാണ് ആ പെൺകുഞ്ഞിനോട് പെരുമാറിയത് എന്നുള്ളത് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ശ്രീ രാജശേഖരൻ നായർ, ഇപ്പോൾ വിസ്മയുടെ അച്ഛനോട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ചോദിക്കാൻ കഴിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ആ പരിമിതി എനിക്ക് ഇന്ന് അങ്ങയോട് ചോദിക്കുമ്പോഴുമുണ്ട്. ചില കാര്യങ്ങൾ ചില മനുഷ്യരെ ചില സമയത്ത് എങ്ങനെ വേദനിപ്പിക്കും എന്നുള്ളത് തിരിച്ചറിയുന്നവരാണല്ലോ നമ്മളെല്ലാവരും മനുഷ്യർ. അപ്പോൾ ചോദിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുമുണ്ട്. എന്നിരുന്നാലും അന്നും ഇന്നും വിസ്മയുടെ അച്ഛൻ പറയുന്നൊരു കാര്യം, ഇനി ഒരു കുഞ്ഞിന് അങ്ങനെ ഉണ്ടാവരുത്, എനിക്ക് ചിലയിടങ്ങളിൽ സംഭവിച്ച കാര്യം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എന്നാണ്. അങ്ങേക്ക് എന്താണ് കേരളത്തിലെ അച്ഛന്മാരോട് പറയാനുള്ളത്? കേരളത്തിലോട് അച്ഛന്മാരോട് പറയാനുള്ളത്, പെൺകുട്ടികൾക്ക് വിവാഹം തീരുമാനിക്കുമ്പോൾ, അവർക്ക് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, അവരുടെ സാമ്പത്തികം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം തൊട്ടുള്ള അവരുടെ സ്വഭാവം, സ്കൂൾ തലത്തിൽ മുതലുള്ള അവരുടെ സ്വഭാവത്തെപ്പറ്റി അറിഞ്ഞിരിക്കുകയും പഠിച്ചതിന് ശേഷം മാത്രമേ അതിനെ സെലക്ട് ചെയ്യാവൂ. കപടമോഹങ്ങൾ ഉണ്ടാവും എപ്പോഴും. ഓരോ പ്രായത്തിലും അവരുടെ സ്വഭാവങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കപട സ്വഭാവങ്ങൾ പുറത്തെടുത്തുകൊണ്ടായിരിക്കും സമീപിക്കുന്ന ഓരോ പെൺകുട്ടികളെയും. അപ്പം അതുകൊണ്ട് ആഴത്തിലുള്ള ഒരു അന്വേഷണം ഓരോ മാതാപിതാക്കളും ചെയ്യണം ഇതിനു വേണ്ടിയിട്ട്. ഒരു പെൺകുട്ടിയെ അതിൻ്റെ ആലോചന ഘട്ടം മുതൽ തന്നെ ആ വിവാഹം ഉദ്ദേശിക്കുന്ന വരനെ അവൻ്റെ സ്കൂൾ തലം തൊട്ടുള്ള അവൻ്റെ ബയോഡേറ്റ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അത് സെലക്ട് ചെയ്യാവൂ പരിപൂർണമായിട്ടും. അല്ലാത്ത പക്ഷം ഇതുകൊണ്ടുള്ള അബദ്ധങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. പെൺകുട്ടികളുടെ ജീവൻ. അത് എല്ലാ മാതാപിതാക്കളും അതിനൊരു പ്രത്യേകതരം ശ്രദ്ധ വേണം. ശരി, വിവാഹത്തിന് ശേഷവും ആ ശ്രദ്ധയും കരുതലും ഉണ്ടാകണമെന്ന് കൂടി ഞാൻ അങ്ങയുടെ വാക്കുകളോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ രാജശേഖരൻ പിള്ള. ശ്രീ ത്രിവിക്രമൻ, ഇപ്പോൾ വിസ്മയുടെ കാര്യത്തിലാണെങ്കിൽ അതിനുശേഷം ഈ വാർത്തകളൊക്കെ കാണുന്ന സമയത്തും ആ കുട്ടിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒക്കെ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇന്ന് അതുല്യയുടെ കൂട്ടുകാരി പറഞ്ഞതൊക്കെ എനിക്ക് അതുല്യയുടെ അച്ഛൻ കൂടി ഇരിക്കുന്ന വേദിയിൽ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളാണ്. ചിത്രങ്ങൾ, വീഡിയോകൾ, നേരത്തെ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് മാത്രം പുറത്തേക്ക് വരുന്ന പല കാര്യങ്ങൾ നമുക്കറിയാമല്ലേ. നമ്മുടെ ഒരു കുഞ്ഞ്, നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു കൂട്ടുകാരി, നമുക്ക് പ്രിയപ്പെട്ടവരോ അല്ലാത്തതോ ആയ ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ, ഒരു മുറിയിൽ, ഒരു ബന്ധത്തിൽ കിടന്ന് സഹിക്കാവുന്നതിൻ്റെ പരമാവധി വേദന തിന്നുകയാണ് എന്ന് നമുക്ക് എന്തുകൊണ്ടാണ് അത് വേണ്ട എന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത്?
അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ ചെയ്ത കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഞാൻ മോളെ വിളിച്ചും കൊണ്ട് വന്നില്ല എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ. ഞാൻ എൻ്റെ മോളെ അവൻ എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന സമയത്ത് അവനെ ഇവിടെ കേസായപ്പോഴും ഞാൻ അവനെ വെറുതെ വിട്ട സമയത്തും അവിടുന്ന് എൻ്റെ മോള് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. അല്ലാതെ ഞാൻ അവളെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഞാൻ പോയി തിരിച്ചുകൊണ്ട് വരികയല്ല ഇത്. അതിനുശേഷം എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. അവൻ ലാസ്റ്റ് എക്സാം എഴുതാൻ പോയ ഈ ആയുർവേദ കോളേജിൽ നിന്നാണ് അവൻ വന്ന് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടുന്നാണ് അവളെ മോളെ കൊണ്ടുപോകണം. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അതിന് വിമർശനങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചുകൊണ്ട് വന്നില്ല, ഞാൻ നോക്കിയില്ല, എല്ലാം കൊടുത്തില്ല എന്നൊക്കെ ഉള്ളത്. അതൊന്നും സാരമില്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ വീണ മോളാണ്, അതിനുള്ള പ്രായമുള്ള വീണ മാം ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ വീട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ട് പഠിച്ചിരുന്നു എങ്കിൽ എൻ്റെ മോള് ഇന്ന് എൻ്റെ കൂടെ കണ്ടെന്നെ. ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കൈകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. അത് കണ്ട് വളർന്നതാണ് എൻ്റെ മോളും എൻ്റെ മോനും. പക്ഷേ അങ്ങനെ വളർത്തിയതിനെ കൊണ്ടാണ് ആ മോള് ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയാതെ വന്നത്. നമ്മൾ ചിന്തിക്കേണ്ടി അതാണ്. കാരണം അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ വീട്ടിലിട്ട് അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവൻ അടിക്കുന്ന അടി അവൾക്ക് അത് സഹിച്ചനായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒരച്ഛനും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് മാം ഒന്ന് തിരുത്തി പറയണം. കാരണം ഒരു കാരണവശാലും അച്ഛനും അമ്മയും നേരെയാണ് അവരെ വളർത്തുന്നത്. അവർ ഒരു കാരണവശാലും എൻ്റെ ഭാര്യ ഞാൻ ഇന്ന് വരെ എനിക്ക് 32 വർഷമാവുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ട്. എൻ്റെ ഭാര്യയുടെ പുറത്ത് ഞങ്ങൾക്ക് ഇതുവരെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ അടിച്ചിട്ടേ ഇല്ല. ഞാൻ വാക്കുകൊണ്ട് സംസാരിക്കുന്നതല്ലാതെ ഒരു അടി പോലും കൊടുത്തില്ല. അത് എൻ്റെ മക്കൾ 2 പേർക്കും അവർക്കറിയാം. അത് വീണ മാമെന്ന് വിളിക്കാൻ മോളാണ് വീണ. അതുകൊണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് 2-3 പ്രോഗ്രാമിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിരുത്തി പറയണം. പിന്നെ ഓരോന്നും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, മനുഷ്യരെ നമുക്ക് ഒന്നും പറയാൻ അവരെ കുറിച്ച് നമ്മൾ വീണ്ടും വിമർശനം ഉന്നയിക്കുക എന്നുള്ളതല്ല. അന്നത്തെ വിസ്മയുടെ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ കുഞ്ഞിങ്ങനെ കിടന്ന് നരയിക്കുകയായിരുന്നല്ലോ, ഇതറിയാവുന്ന മനുഷ്യരുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയും എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലാണ് വിളിച്ചോണ്ട് നിർത്തിയിരുന്നത്. ശരി. വിസ്മയുടെ അച്ഛൻ വിസ്മയുടെ മാത്രം അച്ഛനല്ല, നമ്മുടെ ഒക്കെ കേരളത്തിലെ എല്ലാ പെൺമക്കളുടെയും അച്ഛനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വീട്ടകങ്ങളിൽ അച്ഛനമ്മമാരിപ്പോൾ ഒരു മകനെ, ഞാനൊരു ആൺകുഞ്ഞിൻ്റെ അമ്മയാണ്. എൻ്റെ മോന് 8 മാസം മാത്രമാണ് ഇപ്പോൾ പ്രായം. അപ്പം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ വഴക്കില്ലാതെ ബഹളമില്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ അവൻ വളരുമ്പോൾ, അവൻ സ്വാഭാവികമായിട്ടും നാളെ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ സ്നേഹത്തോടുകൂടി ആ പെൺകുട്ടിക്ക് ബഹുമാനം നൽകി ആ പെൺകുട്ടിയെ പരിഗണിച്ച് അവളെ അവനായി തന്നെ കണ്ട്, അല്ലേ, അവൻ്റെ ദേഹം നോക്കും പോലെയാണ് അവളുടെ ശരീരവും നോക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വളരുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് അച്ഛൻ മനസ്സിലാക്കിയത് മറ്റൊരു തരത്തിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഞാനും ഒരൊറ്റ മകളാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് വിസ്മയുടെ അച്ഛനായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ അതുല്യയുടെ അച്ഛനായാലും ഒക്കെ അവരുടെ മക്കളെ വളർത്തുന്നത്. അത് കേരളത്തിന് അറിവുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാ പെൺമക്കളും വളരെ പ്രഷ്യസ് ആണ്. ഈ സംഭവങ്ങളിൽ മാത്രം അതിൽ നമുക്ക് വന്ന പാകപ്പിഴകൾ എന്നുള്ളതല്ല, നമുക്ക് ഇനിയും ഇത്തരം പാകപ്പിഴകൾ ഉണ്ടാകാതിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ചർച്ചയും ഉണ്ടാകുന്നത്. ഒരിടവേള കൂടി തിരിച്ചുവരാം. വളരെ അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പ്രാഥമികമായി തിരിച്ചറിയാൻ കഴിയാത്ത മാനസികാവസ്ഥ ഇരയ്ക്കുണ്ടാകുന്നു എന്നുള്ളിടത്താണ്. വളരെ ശാസ്ത്രീയമായി തന്നെ അതിനെ
വിശദീകരിച്ചിട്ടുമുണ്ട് എങ്ങനെയാണ് ആ ഒരു ലൂപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് പരസ്പരമുള്ള ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫിസിക്കലോ മെന്റലോ ആയ അബ്യൂസ് ഉണ്ടാകുന്നത്, അതിനുശേഷം പെട്ടെന്ന് സ്നേഹത്തിൻ്റെയും സമാധാനിപ്പിക്കലിൻ്റെയും കുറച്ച് ഇടവേള ഉണ്ടാകുന്നത്, പിന്നീട് ഇത് ആവർത്തിക്കുന്നത്. ഈ ലൂപ്പ് എങ്ങനെയാണ് മനുഷ്യനിൽ അടിമത്തം ഉണ്ടാക്കുന്നത്, സർവൈവ് ചെയ്യാൻ ഈ ലൂപ്പും ഇതിന് കാരണമാകുന്ന ആളും തന്നെ വേണം എന്ന അടിമത്ത മനോഭാവം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയമായി പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇരകളാകുന്നവർക്ക് തിരിച്ചറിയാനേ കഴിയില്ല. ഇത് എന്തുകൊണ്ട് അവർക്കറിയില്ല എന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രീമറൈറ്റൽ കൗൺസിലിങ്ങിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്നത്, അതായത് ബന്ധങ്ങളിലുള്ള ബന്ധസാക്ഷരത എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് പലയിടത്തും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്, അവരോട് കൂടി അനുതാപത്തോടു കൂടി എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ സജീവ ശ്രവണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ബൗണ്ടറി കടന്നു വന്നാൽ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പലയിടത്തും പറയാറുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് അരോചകമായി തോന്നുമെങ്കിലും പല റിലേഷൻഷിപ്പുകളിലും ഭാര്യാഭർത്താക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ഈ ചില വീഡിയോസൊക്കെ, അവരുടെ ബന്ധത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്തുകൂടാ എന്നാണ് ലോകത്ത് പലയിടത്തും ഇപ്പോൾ പറയുന്നത്. അത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൃത്യമായി നമ്മൾ പറഞ്ഞു തീർക്കേണ്ടത്, ഇതുൾപ്പെടെയാണ് നമ്മൾ ഈ ബന്ധസാക്ഷരത എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയും. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു കാര്യം സംഭവം, ഇപ്പം ഒന്ന് തല്ലി, നമ്മുടെ നാട്ടിൽ തന്നെ പഴയ ഒരു ചൊല്ലുണ്ട്, തല്ലും തലോടലും എന്ന് പറയുന്നത് പോലെ ഒരു പ്രാവശ്യം നോക്കൂ, തല്ലെന്ന് പറയുന്നത് ശാരീരികമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനപ്പുറം ഒരു വ്യക്തിക്ക് നേരെ തല്ലിന് കൈ ഉയർത്താനുള്ള നിങ്ങളുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരെയും തല്ലാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു രാജശേഖരൻപിള്ള സാറ് ഒരു ചാനലിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടതാണ്, ഈ കിളികളൊക്കെ ഒരു വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ പൂച്ചയ്ക്കൊക്കെ ഇതായി കിടന്ന ആ കിളികളെയും പൂച്ചയൊക്കെ എടുത്ത് നോക്കിയിരുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ എല്ലാവർക്കും ആ കുട്ടിക്ക് തിരിച്ചങ്ങോട്ട് തല്ലാൻ പറ്റത്തില്ല. ചില ആൾക്കാരെ, ചില പ്രസരമുള്ളവർക്കേ തല്ലാൻ പറ്റുള്ളൂ. അത് ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ വരാം. പക്ഷേ ലോ എൻഫോഴ്സ്മെൻറ്റിൽ പോലും തല്ലുന്ന അതിക്രൂരന്മാർക്ക് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തലോടൽ ഈ വ്യക്തിത്വ വൈകല്യമോ മറ്റോ ഉള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യമായത്. ഇത് നിർഭാഗ്യവശാൽ ഇതറിയാത്തവർ നോക്കൂ, ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ അതിൽ മതവും അതിൽ ഈ പറയുന്ന കൃത്യമായ ഒരു പ്രബോധനങ്ങളും അല്ല വേണ്ടത്. ഇത് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഇത് മനസ്സിലാവും, അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഒറ്റ പ്രാവശ്യത്തെ അടിയാണ് ഈ പ്രശ്നം. ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തല്ലാമെന്നുള്ള ഒരു ബോധമുണ്ടാവുകയാണ്, ഒരു ബോധ്യമുണ്ടാവുകയാണ്. അടുത്ത ദേഷ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അവിടെയാണ് പ്രശ്നം. ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ചിലപ്പോൾ 10-12 വർഷം മദ്യപിച്ചിട്ട് പെട്ടെന്ന് നിർത്തി, അല്ലെങ്കിൽ ലഹരി വിമുക്ത ചികിത്സയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വീണ്ടും കുടി തുടങ്ങിയാൽ നമുക്കറിയാമല്ലോ, 2-3 ദിവസം കൊണ്ട് പഴയ ഡോസിലേക്ക് എത്തുന്നത് പോലെയാണ്. 1-2 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ തല്ല് കിട്ടുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ആദ്യത്തെ തല്ലും അത് സൂചിപ്പിച്ചതുപോലെ ആദ്യം തല്ലായിരിക്കും വരുന്നത്. അത് ഉണ്ടാകുമെന്ന് മനസ്സിലാവുകയും അതിൽ നിന്ന് പുറത്തു വരികയും തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിനാണ് ഞാൻ പറഞ്ഞ പോലെ, ഇത് പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ബന്ധങ്ങളിലും നമ്മൾ വിവാഹബന്ധമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തന്നെ ആവണമെന്നില്ലല്ലോ. അല്ലാത്ത ബന്ധങ്ങളിൽ ഉൾപ്പെടെ ഏത് ബന്ധങ്ങളിലും അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പഠിച്ചില്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിനും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അഡ്വക്കേറ്റ് പി എം മധുര, ഇപ്പം 2020 ഥപ്പട്ട് എന്ന് പറയുന്ന സിനിമ, തപ്സി പന്നു ഒരൊറ്റ തവണ ശരീരത്തിന് നേരെ കൈ ഉയർത്തിയ ഒരാളാണ്. വളരെ ആ കഥ അങ്ങനെയാണ്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബം, വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ജോലിയുള്ള, ഉയർന്ന സാമ്പത്തികാവസ്ഥയുള്ള, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അന്നന്നത്തെ ചായ ഇല വരെ പൊട്ടിച്ച് ആ നിലയ്ക്ക് കൊണ്ടുപോയിരുന്ന ഒരു കുടുംബിനി ഒരൊറ്റ ദിവസം വളരെ വികാരഭരിതമായ ഒരു സന്ദർഭത്തിൽ അവനവന് നേരെ കൈ ഉയരുന്ന സമയത്ത് മതി എന്ന് തീരുമാനമെടുക്കുന്നതാണ് ആ ചിത്രത്തിൻ്റെ പ്രമേയം. നമുക്ക് ആ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യമായും ഇതിനെ ശാസ്ത്രീയമായും കലാപരമായും ഒക്കെ പരമാവധി ബോധവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ പി എം മാധുര വളരെ ദീർഘമായിട്ടാണ് സംസാരിച്ചത്. ഞാനൊരൊറ്റ വാക്ക് കൊണ്ടുപോലും, ഒരു ഉപചോദ്യം കൊണ്ടുപോലും അതിനെ തടസ്സപ്പെടുത്താതെ ഇരുന്നതിൻ്റെ കാരണം എന്താണ് സ്ത്രീകൾ, പെൺകുട്ടികൾ കേൾക്കേണ്ടത് എന്ന് ഞാൻ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ സമൂഹത്തിലൊരു മൂവ്മെന്റിനുള്ള എത്ര സാധ്യത അവശേഷിക്കുന്നുണ്ട്? തീർച്ചയായും ഉണ്ട്. ഇപ്പം ഞാൻ
ഗാർഹികാതിക്രമ പ്രതിരോധ സമിതിയെക്കുറിച്ചുകൂടെ പറഞ്ഞു. കോട്ടയത്ത് വെച്ചിട്ട് ഷൈനയുടെയും ജിസ്മോളുടെയും താരയുടെയൊക്കെ പാരൻസിൻ്റെ സാന്നിധ്യത്തിലാണ് മൂവ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാന അടിസ്ഥാനത്തിൽ. ജില്ലകൾക്കകത്ത് ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കകത്ത് 18ഓളം സ്ത്രീ സംഘടനകൾ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഡൊമസ്റ്റിക് വയലൻസിനെ എതിർക്കുന്ന ആളുകൾ ഒരുമിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ ആ സംവിധാനം നമ്മൾ 11 അംഗ നേതൃത്വമൊക്കെ ഉള്ള ഒരു സംവിധാനം കോഴിക്കോട് ജില്ലക്കകത്ത് വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഇത് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തപ്സി പന്നുവിൻ്റെ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കോർട്ട് റൂമിൽ എത്തുന്ന സമയത്തേക്ക് കൺസീവ്ഡ് ആണ്, ഒരു കുട്ടി വയറ്റിൽ വളരുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ പറയുന്നത് ആ കുട്ടിയെ നമുക്ക് വളർത്താം എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ മാത്രം സറണ്ടർ ചെയ്തിട്ട് അയാളുടെ കൂടെ കോടതി സീൻ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇവർ ഒരുമിച്ച് പോകും, കാരണം വയറ്റിലൊരു കുട്ടീനെയായിട്ടാണല്ലോ നിൽക്കുന്നത് ഈ സ്ത്രീ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു അടി ഞാൻ സഹിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു കഥാപാത്രത്തെ സിനിമയ്ക്കകത്തേക്ക് വരാൻ എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് കോടതി മുറികൾക്കകത്ത് നിന്ന് ഇൻസെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു. ഫിസിക്കൽ വയലൻസ്, വെർബൽ ആൻഡ് ഇമോഷണൽ വയലൻസ്, എക്കണോമിക് വയലൻസ്, സെക്ഷൽ വയലൻസ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ചോദിക്കുകയാണ്, ഇത് എൻ്റെ അമ്മ സഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന്, എൻ്റെ വീട്ടിലുള്ള ആളുകൾ സഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും സഹിക്കാലോ എന്ന് ചോദിക്കുന്ന ഇൻസെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ്ങിൽ ചോദ്യം വന്ന സമയത്ത് ഭർത്താവ് ഭാര്യ ഒന്ന് അടിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദ്യത്തിന് 64% ജുഡീഷ്യൽ ഓഫീസർമാർ പറഞ്ഞത് ഒരടിയൊന്നും അടിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിപ്പിച്ചു, ഭരണഘടന പഠിപ്പിച്ചു, ജെൻഡർ സെൻസിറ്റൈസേഷൻ നടത്തി. എന്നിട്ട് കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മനസ്സിനകത്ത് ഭരണഘടനാ മൂല്യങ്ങളും സ്പെഷ്യൽ ലോൻ്റെ മൂല്യങ്ങളും പാട്രിയാർക്കിയുടെ സ്ത്രീവിരുദ്ധ ആശയഗതികളും മുഖാമുഖം നിൽക്കുന്ന സമയത്ത് പാട്രിയാർക്കി ജയിക്കുകയും നിയമ മൂല്യബോധങ്ങൾ ദയനീയമായി തോക്കുകയും ചെയ്യുന്നത് ദൈനംദിന കോടതി മുറിക്കകത്ത് കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആശയങ്ങളെ നിയമത്തിൻ്റെ വഴി മാത്രം എടുത്താൽ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രശ്നമല്ല ഈ ഗാർഹികാന്തരീക്ഷത്തിൽ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം പീഡനങ്ങളും. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. കേരളം പല പ്രശ്നങ്ങളെയും സാമൂഹ്യമായി തന്നെ അഡ്രസ്സ് ചെയ്ത നാടല്ലേ നമ്മുടെ നാട്. സ്ത്രീകൾ അനുഭവിച്ച പല രീതിയിലുള്ള പ്രശ്നങ്ങളെ, കർഷക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയുടെ മീതെ കയ്യുമായി വന്നിട്ടുള്ള ജന്മിത്വത്തെ രാഷ്ട്രീയമായി നേരിട്ട നാടല്ലേ നമ്മുടെ നാട്. ഇപ്പോൾ തൊഴിൽ മേഖലക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ സാമൂഹ്യമായി അഡ്രസ്സ് ചെയ്തിട്ടുള്ള നാടല്ലേ നമ്മുടെ നാട്. അങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം എഴുതിയത് ഈ നാട്ടിലെ പുരുഷനായിട്ടുള്ള ഒരാളല്ലേ. അതിന് സൗണ്ട് അതിനെ പ്രോംപ്റ്റ് ചെയ്ത് EMS ആയിരുന്നില്ലേ വിക്കിൻ്റെ നടുവിൽ നിന്നും. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അത് സാമൂഹ്യമായിട്ടുള്ളൊരു ഈവിളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ അതിശക്തമായിട്ടുണ്ടാവണം. ഇതൊരാൾ ഒരു വീട്ടിൽ നടത്തേണ്ടുന്ന തിരുത്തലിൻ്റെ പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, മറിച്ചൊരു വലിയ സാമൂഹ്യ വിപത്തിനെ കുറിച്ചാണ്. കേരളം ഇത്രയും ഇൻഡിക്കേഷൻസ് തന്നു. ഇടപെടുകയാണ്. സ്കൂളുകളിൽ, കലാലയങ്ങളിൽ എവിടെയൊക്കെ പോകുമ്പോഴും കാണുന്നത് പെൺകുഞ്ഞുങ്ങളെയാണ്. അവരുടെ ചിരിയോളം ലോകത്ത് ഇത്രയും സമാധാനവും സന്തോഷവും തരുന്ന മറ്റൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുകൂടി പറയുന്നു. എനിക്കുമുള്ളതൊരു പെൺകുഞ്ഞാണ്. നാളെ എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ കാണുന്നത് മിടുക്കികളായുള്ള കുഞ്ഞുങ്ങളെയാണ്. അവർ നാളെ പറന്നുയരുന്ന ആകാശങ്ങളെ പറ്റി സ്വപ്നം കാണുന്നവർക്ക് മുന്നിലാണ് മറ്റുള്ളവർ ഇടിച്ചും തൊഴിച്ചും ഇല്ലാതാക്കിയും വിടുന്ന ജഡങ്ങളായി വന്ന് വീഴുന്നത് ഈ പെൺകുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അതില്ലാതാവേണ്ടതുണ്ട്. അവനവൻ്റെ ശരീരത്തിന് മുകളിൽ വീഴുന്ന ആദ്യത്തെ കയ്യിൽ അവസാനിക്കേണ്ടതാണ് ഏതു വലിയ ബന്ധവും സ്നേഹവും. കണ്ണീര് കാണാൻ കെൽപ്പുള്ള ഒരാൾക്ക് ഇനി ഒരു കാലത്തും നിങ്ങളെ സ്നേഹിക്കാനാവില്ല എന്ന ബോധ്യമെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. അടി കൊണ്ട് പ്രേമത്തിൽ പെട്ടുപോകുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ സിനിമയിൽ പോയ കാലത്ത്. അങ്ങനെയല്ല. ഒരൊറ്റ അടി എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ അഭിമാന ബോധത്തിനു നേരെയാണെങ്കിൽ അതിനെ തിരുത്തി എഴുതാൻ കെൽപ്പുള്ളവരായി വളരണം എൻ്റെ പെൺകുഞ്ഞുങ്ങൾ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.